മനുഷ്യജീവിതത്തിൽ സംഗീതത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? നമ്മുടെ ജീവിതാളത്തെ നിയന്ത്രിക്കുന്ന ഹൃദയമിടിപ്പോളം എന്ന് പറഞ്ഞാൽ ഒരു വരി പാട്ടെങ്കിലും കേൾക്കുന്നവർ എതിർക്കാനിടയില്ല. സംഗീതം സ്വപ്നം പോലെ മനോഹരമാണ്. എനിക്ക് കേൾക്കാനാകാത്ത മനോഹാരിത എന്ന് പറഞ്ഞത് തൻ്റെ ഈണങ്ങൾ ഒരിക്കൽ പോലും കേൾക്കാത്ത ബീഥോവനാണ്. അത് നിങ്ങളെ ഒന്ന് പ്രഹരിക്കുകയാണെന്ന് കരുതുക, നിങ്ങൾക്ക് വേദനിക്കില്ല എന്ന് പറഞ്ഞത് ബോബ് മാർലിയാണ്. മനുഷ്യവികാരങ്ങളുടെ കയറ്റിറക്കങ്ങൾ ചിലപ്പോൾ ഒരു പാട്ടോ ഈണമോ താളമോ ഒക്കെ ആകാം നമ്മെ ജീവിതത്തോട് വീണ്ടും പ്രചോദിപ്പിക്കുന്നത്. നിരാശയുടെ പടുകുഴിയിൽ നിന്നോ മരണത്തിൻ്റെ അവസാന കണികയിൽ നിന്നോ സംഗീതത്തിന് ജീവിതത്തോട് നമ്മെ ചേർത്ത് വെക്കാനാവും. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായിക കെ.എസ്. ചിത്രയുമായി ബന്ധപ്പെട്ട് ഇത്തരം രണ്ട് അനുഭവ കഥകളുണ്ട്. ചിത്രയുടെ പാട്ട് കേട്ട് മരണം ഉപേക്ഷിച്ച രണ്ട് പേർ. ഒന്ന് ഒരു ഡ്രൈവറാണ്, മലപ്പുറംകാരൻ ഷാജി. മറ്റൊന്നൊരു യുവാവും. മലപ്പുറംകാരൻ ഷാജിയുടെ കഥ ചലച്ചിത്രഗാന നിരൂപകനായ രവിമേനോൻ പൂർണ്ണേന്ദുമുഖി എന്ന പുസ്തകത്തിലാണ് വിവരിക്കുന്നത്. ഷാർജ യാത്രക്കിടെയാണ് രവിമേനോൻ ഷാജിയെ കണ്ടുമുട്ടുന്നത്. ഷാജിയുടെ കാറിൽ കയറിയ രവിമേനോൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഷാജിയുടെ കാറിൽ കേൾക്കുന്നത് അത്രയും ചിത്രയുടെ പാട്ടുകൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് ചിത്രയുടെ പാട്ട് ഇങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഷാജിയുടെ കഥയിലേക്ക് രവിമേനോൻ എത്തിച്ചത്. നാട്ടിലൊരു ടാക്സി ഡ്രൈവറായിരുന്നു ഷാജി. ഒരിക്കലൊരു വിഗ്രഹമോഷണ കേസിൽ ഷാജി അറസ്റ്റിലായി. ഷാജിക്ക് മോഷണവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. പക്ഷേ ഈ വിഗ്രഹമോഷ്ടാക്കൾ സഞ്ചരിച്ചത് ഷാജിയുടെ കാറിലായിരുന്നു. അതോടെ ഷാജി ജയിലിലായി. നാട്ടിലാകെ പ്രശ്നമായി. ഷാജിയുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരിമാർക്കോ പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയായി. മാനക്കേട് ഭയന്ന് അമ്മ വിഷം കഴിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അന്വേഷണം തുടർന്നപ്പോൾ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി ഷാജിയെ വെറുതെ വിട്ടു. പക്ഷേ വിഗ്രഹമോഷ്ടാവെന്നുള്ള വിളിപ്പേര് അപ്പോഴും മാഞ്ഞിരുന്നില്ല. ഷാജിക്ക് ഡ്രൈവർ ജോലിയും തുടരാനായില്ല. എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് ഷാജി വീടിനകത്ത് തന്നെ കുത്തിയിരുന്നു. അത് താമസിയാതെ ഷാജിയെ ഒരു വിഷാദ രോഗിയാക്കി മാറ്റി. ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി തുടങ്ങിയതോടെ ഷാജി ജീവനെടുക്കാൻ തീരുമാനിച്ചു. അതിന് കാർ തന്നെ തിരഞ്ഞെടുത്തു. ഒരു ഗ്യാസ് കുറ്റിയും സംഘടിപ്പിച്ചു. ചിത്രയുടെ പാട്ട് കേട്ടുകൊണ്ട് മരിക്കണമെന്നതായിരുന്നു ഷാജിയുടെ ആഗ്രഹം. അതിനായി കാസ്റ്റുകൾക്കിടയിൽ നിന്ന് ചിത്രയുടെ മഞ്ഞൾ പ്രസാദം എന്ന ഒരു കാസറ്റും ഷാജി കണ്ടെടുത്തു. ഷാജി കാറിൽ കാസറ്റ് പ്ലേ ചെയ്തു. ചിത്ര പതുക്കെ പാടി തുടങ്ങി. ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രിയിൽ തുടങ്ങി ഒന്നിനു പുറകെ ഒന്നായി ഒട്ടേറെ ഗാനങ്ങൾ. ഷാജി പാട്ടിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആലോചിച്ചു തുടങ്ങി. സമയം പോയത് അറിഞ്ഞില്ല. ജീവനെടുക്കാനെടുത്ത തീരുമാനം പോലും ഷാജി മറന്നുപോയി. കാർ സ്റ്റീരിയോയിൽ നിന്ന് അവസാനത്തെ ഗാനമായ രാജഹംസമേ പുറത്തു വരുമ്പോഴേക്കും ഷാജിയുടെ മരണമോഹം അത്രയും കെട്ടടങ്ങിയിരുന്നു. അങ്ങനെയാണ് ജീവിതത്തിലെ ദുഃഖങ്ങൾക്കും പ്രതിസന്ധിക്കും ചിത്രയുടെ പാട്ട് ഷാജിക്ക് മറുമരുന്നായത്. എല്ലാ വേദനകളെയും അലിയിച്ച് കളയാനുള്ള എന്തോ ഒരു മാന്ത്രിക ശക്തി ചിത്രയുടെ പാട്ടിലുണ്ട് എന്നാണ് ഷാജിയുടെ പക്ഷം. അതുകൊണ്ടാണ് ഷാജിയുടെ കാറിൽ നിർത്താതെ ചിത്ര പാടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചിത്രയുടെ സ്റ്റേജ് ഷോയിലേക്ക് വരാം. നിറഞ്ഞ സദസ്സിൽ ചിത്ര പാടിക്കൊണ്ടിരിക്കുന്നു. അതിനിടെ ഒരു യുവാവ് സ്റ്റേജിന് വളരെ സമീപത്തായി വന്നു നിൽക്കുന്നു. അയാൾ ചിത്ര പാടുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ നിറയുകയും കണ്ണ് തുടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പാടുന്നതിനിടെ ചിത്ര ഇത് ശ്രദ്ധിക്കുന്നുമുണ്ട്. പ്രോഗ്രാം കഴിഞ്ഞ് ചിത്ര പുറത്തിറങ്ങുമ്പോൾ തിക്കിത്തിരക്കി ഈ യുവാവ് ചിത്രയുടെ അടുക്കിലെത്തി. പൊടുന്നനെ കാൽക്കൽ വീണു. ചിത്ര ഇയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്മ, ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം നിങ്ങളാണ്. നിങ്ങളുടെ ഈ പാട്ടാണ് ജീവനെടുക്കാൻ തീരുമാനിച്ച എന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. തൊഴുകൈകളോടെ നിന്ന യുവാവിനെ ചേർത്ത് നിർത്തി ചിത്ര ഇങ്ങനെ പറഞ്ഞു, ഇതിനൊന്നും കാരണം ഞാനല്ല. എൻ്റെ ശബ്ദത്തിൽ നിങ്ങളിത് കേട്ടു എന്ന് മാത്രം. ഇതിൻ്റെ അർത്ഥവത്തായ വരികളാണ് നിങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അതെഴുതിയത് പാ വിജയിയാണ്. ചേരൻ സംവിധാനം ചെയ്ത ഓട്ടോഗ്രാഫ് എന്ന ചിത്രത്തിലെ ഒവ്വൊരു പൂക്കളുമേ എന്ന ഗാനത്തെക്കുറിച്ചാണ് ചിത്ര അത് പറഞ്ഞത്. ആ പാട്ടായിരുന്നു ആ യുവാവിനെ ജീവിക്കാൻ പ്രചോദിപ്പിച്ചത്. സംഗീതം ഒരു ആഗോള ഭാഷയാണ്. മനുഷ്യവികാരങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ നിരന്തരം പ്രചോദിപ്പിക്കാനാവുന്ന ഭാഷ. പ്രണയിക്കാനും ആർദ്രമായി തഴുകാനും കരയാനും പരിതപിക്കാനുമൊക്കെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ. മറ്റൊന്നിനാലും പകരം വയ്ക്കാനാത്ത അതിജീവനമാണ് ഈ ഭാഷ സാധ്യമാക്കുന്നത്.